അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എനിക്ക് തിരക്കാണ്, അതുകൊണ്ട് എനിക്ക് വായിക്കാൻ സമയമില്ല എന്നാ എല്ലാവരും പറയാം. ഇപ്പം നമ്മളൊരു ആഴ്ചക്കിറങ്ങുന്ന നമ്മുടെ ഒരു നിർബന്ധം ഒരാൾ ചേരാൻ വേണ്ടി പറഞ്ഞാൽ വെറുതെ പൈസ തരാമെന്നല്ലാതെ അത് വന്നാൽ വായിക്കാൻ എവിടെ സമയം എന്ന് ചോദിക്കും. പക്ഷെ വളരെ വ്യത്യസ്തമായ ഒരു ആശയമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേട്ടത്. അതായത് വിദ്യാർത്ഥികൾക്ക് ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ പ്രമുഖനായൊരു വ്യക്തി, അദ്ദേഹം നന്നായിട്ട് വായിക്കുന്ന ആളാണ്. അദ്ദേഹം വായനാനുഭവങ്ങൾ വെച്ച് കുട്ടിയോട് പറഞ്ഞു, വായിക്കുന്നവന് നന്നായി വായിക്കുന്ന ആൾക്ക് വായിക്കുന്ന ആൾ എപ്പോഴും ബിസി ആയിരിക്കും, തിരക്കായിരിക്കും. നിങ്ങൾ നന്നായി വായിക്കുന്ന ഒരാളാണോ നിങ്ങളുടെ ജീവിതം ഏറ്റവും തിരക്ക് പിടിച്ചതായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ നിർമ്മാണാത്മകമായിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും എല്ലാം രൂപപ്പെട്ടു വരുന്നതിൽ നമ്മളെ പ്രചോദിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വായനക്കുണ്ട്. വായനയും പഠനങ്ങളും അറിവുകളും ഇല്ലാത്തവൻ നിഷ്ക്രിയനായിരിക്കും. നമുക്കൊരു മോട്ടിവേഷനും ഒരു പ്രചോദനം ഉണ്ടാവില്ല, ഒരു പ്രേരണ ഉണ്ടാവില്ല, നമ്മുടെ ജീവിതത്തിൽ പരിപാടികൾ ഉണ്ടാവില്ല, പദ്ധതികൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വായിക്കുക, അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. വായനയ്ക്ക് മറ്റുള്ള അറിവ് നേടുന്ന വഴികളെക്കാളുമുള്ളൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരാൾ പ്രസംഗിക്കുകയാണ്, നമ്മൾ കേൾക്കുകയാണ്. അപ്പം എന്ത് ചെയ്യും, നമ്മുടെ മനസ്സിലാക്കാനുള്ള വേഗത അനുസരിച്ച് കൊള്ളണമെന്നായിരിക്കണമെന്നില്ല അയാളുടെ പ്രഭാഷണം. ഒരുപക്ഷെ അയാൾ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാനുള്ള ഒരു സമയവും സാവകാശവും ചിന്തിക്കാനുള്ള സമയം നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. എന്നാൽ വായനയാണ് നമ്മളാണല്ലോ വായിക്കുന്നത്. നമ്മൾക്ക് സാവകാശത്തിൽ വായിക്കാം, ഒരു വരി വീണ്ടും ആവർത്തിച്ച് വായിക്കാം, മുഷിപ്പില്ലെങ്കിൽ നിർത്താം, വീണ്ടും വായിക്കാം. നമ്മുടെ അവസ്ഥക്കനുസരിച്ച് കൊണ്ട് അറിവിനെ സ്വീകരിക്കുവാനുള്ള നല്ലൊരു വഴിയാണ് വായന എന്ന് പറഞ്ഞാൽ. പിന്നെ വായിക്കുന്ന സമയത്ത് നമ്മൾ എന്താ വെച്ചാൽ അതിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. കാരണം ആ വരികൾ നമ്മൾ നോക്കി വായിക്കല്ലേ, നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനും ആലോചിക്കാനൊന്നും പറ്റില്ല. നമ്മൾ അതിൽ തന്നെ ആത്മാർത്ഥമായി മനസ്സ് കൊടുത്ത് നമ്മൾ ചിന്തിക്കുകയും വായിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മളെന്തെങ്കിലുമൊക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കണം. കാരണം വായന കൊണ്ട് കിട്ടുന്ന കുറേ ഗുണങ്ങളും കാര്യങ്ങളുമുണ്ട്. ഒന്ന്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അറിവ് എന്നുള്ളത് ഈമാനാണ്. എപ്പോഴും നമ്മൾക്ക് കിട്ടുന്ന എന്തൊരു അറിവുകളാണെങ്കിലും ആ അറിവുകളൊക്കെ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താനും വിശ്വാസത്തെ ദൃഢീകരിക്കാനുമുള്ളതാണ് എല്ലാ അറിവുകളും. അപ്പോൾ നമ്മൾ അറിവ് നമ്മുടെ ഈമാനിനെ ബൂസ്റ്റ് ചെയ്യുമ്പോൾ, ശക്തിപ്പെടുത്തുമ്പോൾ നമ്മുടെ എല്ലാ ദീനിയായ കാര്യങ്ങളും എന്ത് ചെയ്യുന്നറിയോ, വളരും. അതാണ് അതിൻ്റെ ഒരു കാര്യം. നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ അതിൻ്റെ പവർ, ശക്തി നൽകാൻ ആ വായനയ്ക്ക് കഴിയും. കാരണം നമ്മളിലേക്ക് അറിവ് പ്രവഹിക്കുമ്പോൾ ആ അറിവിനെ കൊണ്ടുണ്ടാകുന്ന ചിന്തകളും ആലോചനകളും നമ്മുടെ വിശ്വാസത്തെ ദൃഢീകരിക്കുകയും ചെയ്യും. നമ്മൾ അള്ളാഹിനെക്കുറിച്ച് അറിയുമ്പോഴും നമ്മൾ ഈമാൻ വർദ്ധിക്കല്ലേ, പരലോകത്തെക്കുറിച്ച് നമ്മൾ ഈമാൻ വർദ്ധിക്കണം. എന്ത് കിട്ടുമ്പോഴും നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ ശക്തിപ്പെടുത്തുന്നതിൽ വായനയ്ക്ക് വളരെ വലിയ പങ്ക്. പിന്നെ വായന ഒരു ആസ്വാദനമാണ്, ഭയങ്കരമായൊരു ആസ്വാദനമാണ്. നമ്മളിങ്ങനെ വായിച്ച് ഇരിക്കുമ്പോൾ ആ വായനയുടെ ആശയത്തോടു കൂടെ മുഴുകി ഇങ്ങനെ പോകുമ്പോൾ നമ്മളൊന്നും അറിയില്ല. ചിലപ്പോൾ മണിക്കൂറുകൾ നമ്മൾ എന്ത് ചെയ്യും, വായിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഈ മുഷിപ്പും പിന്നെ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഭാഗത്ത് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് ആസ്വദിക്കാൻ പറ്റും. ജീവിതത്തിൽ ഭയങ്കര ഒരു വിശ്രമവും ആസ്വാദനവും നൽകുന്നതാണ്. മാത്രമല്ല, നമ്മൾ അതിൻ്റെ ആശയങ്ങൾ ഇങ്ങനെ കിട്ടുമ്പോൾ ആശയത്തിൻ്റെ ഒരു സന്തോഷവും കൂടെ നമുക്ക് നമ്മുടെ മനസ്സിൽ അനുഭവപ്പെടുമ്പോൾ ഭയങ്കരമായൊരു ആസ്വാദനം വായന കൊണ്ട് നമുക്ക് കിട്ടും. പിന്നെ അതിലുപരി എന്താണ്, ജീവിതത്തിൽ ഒരു പക്വത ഉണ്ടല്ലോ നമുക്ക്. വെറുതെ നമ്മൾ അബദ്ധങ്ങളിൽ പോയി പെടാതിരിക്കാൻ, തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ, നമ്മുടെ കാര്യങ്ങൾ പക്വമായി നമുക്ക് ചിന്തിക്കാനൊക്കെ പറ്റും. കാരണം എന്താ അറിയോ, ധാരാളം അനുഭവങ്ങൾ നമ്മൾ വായിച്ചു പോകും. ഇപ്പോൾ ഒരാളുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ജീവചരിത്രം നമ്മൾ വായിക്കുമ്പോൾ 200 പേജ് ഉണ്ടെങ്കിൽ ആ 200 പേജ് നമുക്ക് വായിക്കുവാൻ ഒരു പക്ഷേ നമ്മൾ 2 ദിവസം എടുത്താൽ 2 ദിവസം കൊണ്ട് നമ്മൾ അറിയുന്നത് 60 കൊല്ലം ജീവിച്ച ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളാണ്. അതായത് 60 കൊല്ലം കൊണ്ട് അയാൾ അനുഭവിച്ച ജീവിതത്തിലെ അയാളുടെ നിലപാടുകൾ, അയാളുടെ വിജയങ്ങൾ, പരാജയങ്ങൾ എല്ലാം, അതായത് നമ്മുടെ ജീവിതം കൊണ്ട് തിരിച്ചറിയേണ്ട വിജയപരാജയങ്ങൾ, മറ്റൊരാളുടെ ജീവിത പരാജയങ്ങളെക്കുറിച്ച് കേട്ട് നമ്മൾ ആ അനുഭവത്തിൽ നിന്നും നമ്മുടെ കാര്യങ്ങൾ ശരിയാക്കി എടുക്കാനാണ് സാധിക്കുന്നത്. പിന്നെ പലപ്പോഴും ഒരു സ്ത്രീ അവളുടെ കുടുംബാനുഭവങ്ങൾ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു സ്ത്രീ എന്ത് ചിന്തിക്കുന്നു നമ്മളറിയും. ഒരു കുട്ടി അവൻ്റെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ, എഴുതുകയാണെങ്കിൽ ആ കുട്ടി എന്ത് ചിന്തിക്കുന്നു നമ്മൾ പറയും. പ്രായമായ ഒരാൾ അയാളുടെ അനുഭവങ്ങൾ എഴുതുകയാണെങ്കിൽ പ്രായമായ ആൾ എന്ത് ചിന്തിക്കുന്നു നമുക്കറിയാൻ പറ്റും.
നമുക്ക് നമ്മളെ പറ്റി മാത്രമേ അറിയാൻ പറ്റുള്ളൂ, വേറെ ആളെ പറ്റി അറിയാൻ പറ്റില്ല. നമുക്ക് ലോകത്തുള്ള എന്തൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിവ് തരാനും കാഴ്ചപ്പാട് തരാനും വായനയ്ക്ക് പറ്റുന്നുള്ളതാണ്. വായന നമ്മൾ നിരന്തരമായി നിർവഹിച്ചു കൊണ്ടിരിക്കുക. ഒരു പുസ്തകം തന്നെ പല ആവർത്തി വായിക്കുമ്പോഴും പല ആശയങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുക ലഭിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും അധികം നമ്മൾ വായിക്കേണ്ടത് ഖുർആനാണ്. ഖുർആൻ്റെ പേര് തന്നെ വായന എന്നാണ്. എന്നുള്ളതിൻ്റെ ഒരു ധാതുവാണ് ഏത് ഖുർആൻ, വായന എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. ഒരു അർത്ഥം നമ്മൾ എന്ത് തല പാരായണം ചെയ്തു എന്നാണ്, മറ്റൊരർത്ഥം നമ്മൾ ഒരുമിച്ച് കൂട്ടി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളം അധികം അറിവുകൾ നമുക്ക് ശേഖരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വഴിയാണ് വായന. പല നിലക്കുള്ള വായന. രാവിലെ നമുക്ക് പത്രം വായിക്കാം, അതേപോലെ തന്നെ നല്ല ജനറലായിട്ടുള്ള ബുക്സ് ഉണ്ട്, നമുക്കത് വായിക്കാം. നമ്മുടെ സദാചാരത്തിന് യോജിക്കുന്ന നിലക്കുള്ള കഥകളോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, പ്രയോജനങ്ങൾ കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് വായിക്കാം. അതോടൊപ്പം ഇസ്ലാമികമായ പ്രസിദ്ധീകരണങ്ങളുണ്ട്. അതൊക്കെ പണ്ഡിതന്മാർ പല പുസ്തകങ്ങളും നോക്കി എഴുതി ക്രോഡീകരിച്ച് തന്ന പുസ്തകങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ വിസ്ഡം ബുക്സൊക്കെ ധാരാളം നല്ല നല്ല പുസ്തകങ്ങൾ. ഒരു പുസ്തകവും നമ്മൾ ഒന്നും സെലക്ട് ചെയ്യാതെ വാങ്ങി വായിക്കാൻ പറ്റുന്ന അത്രയും അറിവും അർത്ഥവും ഉള്ളത്. അതാണ് തഫ്സീറുകളും പരിഭാഷകളും നമുക്ക് കിട്ടും. അതൊക്കെ നമുക്ക് വായിക്കാവുന്നതാണ്. നല്ലത് വായിക്കാനും നല്ലത് അറിയാനും നല്ലത് ചിന്തിക്കുവാനും നല്ലവരായി ജീവിക്കാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ.